السلام عليكم ورحمة الله وبركاته نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാനരായ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു നമ്മെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ജാഗ്രതയോടുകൂടെ അവനെ കണ്ടുമുട്ടുമ്പോൾ നമ്മെ അവൻ കൈനീട്ടി സ്വീകരിക്കുന്ന രൂപത്തിൽ നല്ല ഈമാനോടുകൂടെ അമലുകളോടുകൂടെ ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുക, അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനും ഇസ്ലാമും ഉൾപ്പെടെ അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നെന്നും നിലനിൽക്കും വിധം സൂക്ഷിക്കുവാൻ ആവശ്യമായ കാര്യങ്ങളെ ശരിപ്പെടുത്തുക എന്നതായിരുന്നു നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ആദ്യ ഭാഗം എന്ന നിലക്ക് നമ്മളുടെ വീടും കുടുംബവും പരിസരവും ബന്ധുക്കളും മക്കളും അടങ്ങുന്ന ഒരു തലം. അത് കഴിഞ്ഞാൽ നമ്മളുടെ സൗഹൃദ വൃത്തത്തിലുള്ള മറ്റൊരു തലം. അതിനേക്കാളൊക്കെ ഏറെ പ്രാധാന്യമായി റസൂൽ അറിയിക്കുന്നത് ഓരോരുത്തരും അവനവനെ തന്നെ സ്വന്തത്തെ തന്നെ നന്നാക്കിയെടുക്കുക എന്നതായിരുന്നു. അതിൻ്റെ ചില ഭാഗങ്ങൾ കൂടി അല്ലാഹു നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. അതായത് എന്താണ് ഒരാൾക്ക് നന്നാവാൻ തടസ്സം? നന്നാവണം, നല്ലവനാവണം, വിശുദ്ധനാവണം എന്നൊക്കെ ധാരാളം ആവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത് എന്നതും നമ്മളെ അല്ലാഹു കേൾപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു വചനമാണ് കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്ന. നമുക്ക് പരിചയമുള്ള ആയത്താണ്. മനുഷ്യൻ ധിക്കാരിയായിരിക്കുന്നു എന്നാണ് അതിൻ്റെ തുടക്കം. നല്ല ബുദ്ധിയും സാമർഥ്യവും ഒരുപാട് സ്കില്ലുകളും ലഭിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് പ്രതികൂല സന്ദർഭമാണ് ഖുർആൻ അറിയിക്കുന്നത്. അവനിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും ധിക്കാരമാണ് മനുഷ്യനെ നയിക്കുന്നത് എന്നത്. ആ ധിക്കാരം എവിടെയെങ്കിലും നോക്കിയാൽ കാണുന്ന രൂപത്തിൽ ശരീരത്തിൽ ഉണ്ടാവുകയില്ല. ആ ധിക്കാരത്തിൻ്റെ കേന്ദ്രം നമ്മൾ പറഞ്ഞ മനസ്സ് തന്നെയാണ്. എന്താകുന്നു ധിക്കാരത്തിൻ്റെയും പോരാട്ടഭാവത്തിൻ്റെയും അടയാളം? ഖുർആൻ പറയുന്നു അർആഹു ഇസ്തഗ്ന. മനുഷ്യന് തോന്നുകയാണ് എനിക്ക് ഞാൻ തന്നെ മതി എന്ന ഒരു വേണ്ടാത്ത ചിന്ത. എൻ്റെ കഴിവും എൻ്റെ അറിവും സമ്പത്തും ഒക്കെ വെച്ചുകൊണ്ട് ജീവിക്കാവുന്നതേയുള്ളൂ, അതിലപ്പുറം ആരും എന്നെ നിയന്ത്രിക്കാൻ വരേണ്ട
എന്ന ഒരു ധിക്കാര ചിന്തയാണ് മനുഷ്യനെ അപകടത്തിൽപ്പെടുത്തുന്നത് എന്നർത്ഥം. ഇത് വലിയ ഒരു പരമാർത്ഥമായിട്ടാണ് ഖുർആൻ പറയുന്നത്. റസൂലുള്ളാഹിയുടെ കാലത്ത് അത്തരം ധിക്കാരങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ കാലഘട്ടത്തിലും കാലഘട്ടം വികസിക്കുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ ഈ ധിക്കാര ഭാവവും ശക്തി കൂടി വരികയാണ്. അവിടെയൊക്കെ ഏറ്റവും വലിയ ഒരു വില്ലനായി പ്രവർത്തിക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. മനസ്സിൽ തോന്നുന്ന ചിന്ത എനിക്ക് ഞാൻ തന്നെ മതി എന്നതാണ്. അങ്ങനെ തോന്നിത്തുടങ്ങിയാൽ, ആ ഒരു ചിന്ത ശക്തിപ്പെട്ടാൽ എല്ലാവരും തകരും. ഒരു സമൂഹം വിചാരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ മാത്രം മതി എന്ന് കരുതുകയാണെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഞങ്ങൾ മാത്രം മുന്നോട്ട് പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ആർക്കും ചരിത്രത്തിൽ അധികം കാലം തുടരാൻ ഇടം കിട്ടിയിട്ടില്ല. ആ ചിന്ത ആദ്യമായി ഉണ്ടാവുന്നത് ഒരു മനുഷ്യനിൽ നിന്നാണ്. സംസ്കാരത്തെയും സമൂഹത്തെയും ഭരണത്തെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കുന്ന ആ ചിന്തയുടെ തുടക്കം ഓരോ മനുഷ്യനിൽ നിന്നും വേരറുത്തു കളയണം എന്നാണ് ഖുർആൻ പറയുന്നത്. ആ ചിന്തയുടെ പ്രധാനപ്പെട്ട മർമ്മം നാം പറഞ്ഞ പോലെ അള്ളാഹുവിനോടുള്ള പോരാട്ടം, അള്ളാഹുവിനെ എങ്ങനെയെങ്കിലും എതിർത്ത് തോൽപ്പിക്കുക എന്ന ചിന്ത, അതാണ് ധിക്കാരമായി വരുന്നത്. അതിൻ്റെ മറുഭാഗത്ത് ഖുർആൻ പറയുന്നത് ഈമാനും ഈമാൻ സൃഷ്ടിക്കുന്ന വിനയഭാവവും. ഒരു മനുഷ്യന് അവൻ്റെ മനസ്സുകൊണ്ട് വളരെയേറെ വിനയപ്പെടാൻ പറ്റും, ഭൂമിയോളം താഴാൻ പറ്റും. അതാണ് ഈമാൻ ഉണ്ടാക്കുന്ന അനുസരണ ചിന്ത. മനസ്സിനെ പാകപ്പെടുത്താനും അതാണ് വേണ്ടത്. കുടുംബത്തിലും നാട്ടിലും സമൂഹത്തിലുമൊക്കെ എല്ലാവരുമായിട്ടും പാകപ്പെടാൻ ഞാൻ എന്ന രൂപത്തിൽ ചിന്തിക്കുന്ന ധിക്കാര മനസ്സ് ഉപകരിക്കുകയില്ല എന്ന് മാത്രമല്ല, അത് എപ്പോഴും അപകടം മാത്രമേ വിളിച്ചു വരുത്തുകയുള്ളൂ. അങ്ങനെയുള്ള ഈഗോ, ഞാൻ തന്നെ മതി എന്ന ആ ചിന്ത മാറ്റിവെക്കുകയും തൽസ്ഥാനത്ത് വിനയവും അനുസരണവും ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് ഈമാനിന് അനുഗുണമായ അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യം. വലിയഅലമല്ലദീന ഊത്തുൽ ഇൽമ അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക ഫയുമിനു ബിഹി ഫതുഖ്ബിത ലഹു ഖുലൂബുഹും. എങ്ങനെയാണ് ഈമാൻ അനുകൂലമായി പ്രവർത്തിക്കേണ്ടത് എന്നതിലേക്കാണ് ഖുർആൻ ശ്രദ്ധിക്കുന്നത്. അള്ളാഹുവിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വന്നിരിക്കുന്നത് എന്ന് അറിയുമ്പോൾ അവർ വിശ്വസിക്കുന്നതോടുകൂടെ ഫതുഖ്ബിത ലഹു ഖുലൂബുഹും, മനസ്സ് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയപ്പെടുന്നു. ഞാൻ ഈ ലോകത്ത് ഒന്നുമല്ല, വളരെ വളരെ നിസ്സഹായനാണ്, എല്ലാം റബ്ബായ നീ തീരുമാനിക്കുന്നത് പോലെയാണ് എന്ന ഒരു ചിന്ത മനസ്സിൽ ഉണ്ടാവുകയാണ് ഈമാനിൻ്റെ സ്വാധീനത്താൽ എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചുരുക്കം, നാം നേടിയിരിക്കുന്ന എന്തെല്ലാം കഴിവുകളും സാധ്യതകളുമുണ്ടോ അവയൊന്നും ധിക്കാര മനോഭാവത്തിലേക്ക്, അനുസരണക്കേടിലേക്ക് നമ്മെ നയിക്കാൻ പാടില്ല. എന്തെന്ത് വിജ്ഞാനങ്ങൾ നേടുകയാണെങ്കിലും അവയിലെല്ലാം അത് പൂർണ്ണമല്ല, ഇനിയും പൂർണ്ണമാവേണ്ടതുണ്ട് എന്ന ഒരു ഉൾവിളി മനസ്സിൽ നിന്ന് ഉണ്ടാവണം. ആ പൂർണ്ണത അള്ളാഹുവിൻ്റെ കലാമിനും ഈമാനിനും മാത്രമേ നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. ഇമാം ഷാഫിഈ റഹിമഹുല്ല പറയാറുണ്ടായിരുന്നു, കുല്ലമാ ഇസ്ദദത്തു ഇൽമൻ ബി ജഹ്ലി എന്ന്. എനിക്ക് അറിവ് വർദ്ധിപ്പിക്കുമ്പോഴൊക്കെ, അറിവ് കൂടുമ്പോഴൊക്കെ എൻ്റെ ജഹ്ലിൻ്റെ ആഴമാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ എത്രത്തോളം ജാഹിലാണ്, അജ്ഞനാണ് എന്നത്
അറിയുകയായിരുന്നു ഓരോ പുതിയ പുതിയ അറിവുകളും ലഭിക്കുമ്പോൾ. അതാണ് വിജ്ഞാനത്തിൻ്റെ ഏത് അറിവുകളുടെയും ഏറ്റവും വലിയ ദൗത്യം. നിങ്ങൾ എത്ര നേടിയാലും എല്ലാം അറിയുന്നവനായി തീരുന്നില്ല. നിങ്ങൾ വീണ്ടും അജ്ഞതയിലും അറിവില്ലായ്മയിലുമാണ് എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിച്ചാൽ മാത്രമേ മനസ്സിൻ്റെ ഈ ധിക്കാര മനോഭാവം അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, മനുഷ്യൻ്റെ നാശം അൽ ഹലാക്കു ഫി ഇസ്നൈനി, രണ്ട് കാര്യങ്ങളിലാണ് മനുഷ്യരായ നമ്മുടെ നാശമുള്ളത്. ഒന്ന് അൽ ഖനൂത്ത്, നിരാശ. മറ്റൊന്ന് അൽ അജബ്, നമ്മെപ്പറ്റിയുള്ള അമിതമായ സങ്കല്പങ്ങൾ. എല്ലാത്തിനോടും മാറി നിന്ന് മോഹഭംഗത്തോടു കൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുകയും ചെയ്യുന്ന എല്ലാത്തിലും നിരാശ മനസ്സുമായിട്ടാണ് സമീപിക്കുന്നത് എങ്കിൽ ഒരു കാര്യവും നേരെയാവുകയില്ല. എല്ലാം പരാജയത്തിലേക്ക് പോകും. അതുപോലെ അപകടകാരിയാണ് നമുക്ക് നമ്മെപ്പറ്റിയുള്ള അമിതമായ സ്വയം ആത്മപ്രശംസ. ഖുർആൻ പറഞ്ഞ എനിക്ക് ഞാൻ തന്നെ മതി എന്ന ചിന്ത അതുള്ള കാലത്തോളം ഒരു കാര്യത്തിലേക്കും നമ്മളുടെ മനസ്സ് പഠിക്കാനും മനസ്സിലാക്കാനും ഇറങ്ങുകയില്ല. എല്ലാ കാര്യത്തിൽ നിന്നും പിൻവാങ്ങുകയും ചെയ്യും. ഖുർആൻ അക്കാര്യം പറയുന്നുണ്ട്. സ അസ്രിഫു അൻ ആയാതിയല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്. തകബ്ബുർ, അഹങ്കാരത്തോടുകൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നർത്ഥം. അള്ളാഹുവിൻ്റെ ആയത്തുകളാണ് ഈ പ്രപഞ്ചത്തിലും നമ്മുടെ ശരീരത്തിലും നൂറുകണക്കിനുള്ളത്. ആ ആയത്തുകൾ കണ്ടെത്തുവാൻ അതിന് പാകപ്പെടുന്ന, വിനയപ്പെടുന്ന, വിധേയപ്പെടുന്ന ഒരു മനസ്സുണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ ആയത്തുകൾ കണ്ടുകൊണ്ട് ഈമാനിലേക്ക് എത്തി മനസ്സിനെ പാകപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഖുർആൻ പറഞ്ഞിരിക്കുന്ന എന്തെല്ലാം ആയത്തുകളുണ്ടോ അതെല്ലാം ശരിയാകുന്നു എന്ന പോലെ തന്നെ ഖുർആൻ പറഞ്ഞിരിക്കുന്ന ഈമാനും അനിവാര്യമാകുന്നു എന്ന് നമുക്ക് മനസ്സിനെ ബോധ്യപ്പെടുത്തണം. ഈ പ്രപഞ്ചത്തിലെ ആകാശവും ഭൂമിയും ഇല്ലെങ്കിൽ, ഇവിടെയുള്ള മലയും കാടുമില്ലെങ്കിൽ, മഴയും തണുപ്പുമില്ലെങ്കിൽ, കടലും കരയുമില്ലെങ്കിൽ നമ്മുടെ ജീവിതം എത്രത്തോളം ദുസ്സഹമാകുമോ അതിനേക്കാളും ദുസ്സഹമായിരിക്കും അള്ളാഹുവിനെ പറ്റിയുള്ള കൃത്യമായ ബോധ്യം ഇല്ലെങ്കിൽ. ആദ്യം പറഞ്ഞതൊക്കെ നമ്മുടെ ജീവിതത്തിന് അനുകൂലമായുള്ള ഈ ഭൂമിയിലെ ആവാസ വ്യവസ്ഥയാണ്. രണ്ടാമത് പറഞ്ഞത് നമ്മുടെ ആത്മാവിനും ഖൽബിനും അനുകൂലമായിരിക്കേണ്ട ആവാസ വ്യവസ്ഥയാണ്. രണ്ടും ഒരുപോലെ പ്രധാനമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ നിന്ന് കണ്ണും കൽബും തെറ്റിച്ചുകൊണ്ട് നടക്കുന്നവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ഈ കാര്യം പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഈമാനിന്, ഇസ്ലാമിന് അനുഗുണമായ സാഹചര്യം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതും നിൽക്കേണ്ടതും നമ്മുടെ മനസ്സ് തന്നെയാണ്. ആ മനസ്സ് അതിന് പാകപ്പെടുന്നില്ല എങ്കിൽ എത്ര ഉപദേശങ്ങൾ കേട്ടാലും എത്ര ഖുർആൻ പഠിച്ചാലും വീണ്ടും വീണ്ടും മനസ്സ് വഴിതെറ്റിപ്പോകും എന്നതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയും ചെയ്യുന്നത്. ആ തലത്തിൽ മനസ്സിനെ സ്വയം പാകപ്പെടുത്തുവാനും അള്ളാഹുവിൻ്റെ ഏത് കാര്യങ്ങൾ കേൾക്കുമ്പോഴും അവിടെയെല്ലാം സംശയമില്ലാത്ത, അള്ളാഹുവിന് എല്ലാ അർത്ഥത്തിലും തൻ്റെ മനസ്സിനെയും ചിന്തയെയും സമർപ്പിച്ചിരിക്കുന്നു എന്ന അനുസരണബോധത്തോടുകൂടെ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുക. അതിനുവേണ്ടി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി
അടുക്കും ചിട്ടയോടും കൂടെ അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ നമ്മുടെ കൂടി മനസ്സിൻ്റെ സംസ്കരണത്തിന് സഹായകമാകുന്ന രൂപത്തിൽ നാം ക്രമീകരിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മയെല്ലാം എല്ലാവിധ റഹ്മത്തും ബർക്കത്തും നൽകി അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മനസ്സ് വഴിതെറ്റിപ്പോവുന്ന ചില രംഗങ്ങളാണ് നേരത്തെയുള്ള ആയത്തുകളിൽ അള്ളാഹു നമ്മളെ കേൾപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സമാനമായ ചില കാര്യങ്ങൾ മനസ്സിനെ നന്നാക്കിയെടുക്കാനും ഈ പറഞ്ഞ വിശ്വാസവും വിനയവും നിലനിർത്തുവാനും വേണ്ടി നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. അത് ചില സാമ്പത്തികമായ സന്ദർഭങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് റസൂലുള്ള പറയുകയുണ്ടായത്. ഇന്ന ഹാദൽ മാല ഖളിറത്തുൻ ഹുൽവത്തുൻ. നിങ്ങളുടെ കയ്യിലുള്ള മുതൽ സമ്പത്ത് ഹരിതമാണ്, അതുപോലെ മധുരമുള്ളതുമാണ്. ഫമൻ അഖദഹു ബി സഖാവത്തി നഫ്സി. വളരെ വിനയഭാവത്തോടുകൂടെ ഉദാര മനസ്സോടുകൂടെ ആരെങ്കിലും സമ്പത്ത് കൈകാര്യം ചെയ്താൽ ബൂരിക ഫീഹി, അവന് അതിൽ അള്ളാഹു ബർക്കത്ത് നൽകും. ഫമൻ അഖദഹു ബി ഇഷ്റാഫി നഫ്സിൻ. ആഗ്രഹം തീരാത്ത ദുരാഗ്രഹങ്ങളുള്ള മനസ്സുമായിട്ടാണ് സമ്പത്തിനെ സമീപിക്കുന്നത് എങ്കിൽ, കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ, ലം യുബാരിക് ഫീഹി, അതിൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ബർക്കത്ത് ഉണ്ടാവുകയില്ല. മനസ്സിൻ്റെ രണ്ട് അവസ്ഥയാണ് റസൂലുള്ള പറഞ്ഞത്. ഒന്ന്, വിനയത്തോടുകൂടെ ഉദാരമായി പ്രവർത്തിക്കുന്ന മനസ്സ്. പണവും സമ്പത്തും എത്രയുണ്ടായാലും ആ രണ്ട് ഭാവം അത്തരക്കാർക്ക് നഷ്ടമാവുകയില്ല. അവർ ചെയ്യുന്നതിലെല്ലാം എന്തെന്നില്ലാത്ത ബർക്കത്ത് ചെറുതും വലുതുമായിട്ടുണ്ടാകും. ബർക്കത്താവട്ടെ അള്ളാഹുവിൽ നിന്ന് വരുന്നത് നാം കാണുന്ന ഭൗതിക മാർഗങ്ങളിലൂടെ ആയിരിക്കുകയില്ല. അതിനപ്പുറത്തും ബർക്കത്ത് വരാൻ അള്ളാഹു ചില കാര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതാണ് മനുഷ്യന് എപ്പോഴും ക്രിയാത്മകവും ജീവിതം കൂടുതൽ രചനാത്മകവുമാക്കുന്നത്. വിനയവും ഉദാര ഭാവവും. മറുഭാഗത്തുള്ളത് നബി പറഞ്ഞത് ഇഷ്റാഫു നഫ്സാണ്, ദുരാഗ്രഹങ്ങളുള്ള മനസ്സ്. ആഗ്രഹങ്ങൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് ദുരാഗ്രഹങ്ങളും ഉണ്ടാവാറുണ്ട്. അത് മനുഷ്യ സഹജമാണ്. ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തെറ്റൊന്നുമില്ല. അതനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നാൽ മതി. അങ്ങനെ ദുരമൂത്ത മനസ്സുമായിട്ടാണ് പണത്തെ ഒരാൾ സമീപിക്കുന്നത് എങ്കിൽ അയാൾക്ക് ബർക്കത്ത് ലഭിക്കുകയില്ല. അത് മനസ്സിലാക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ല ഉദാഹരണവും പറഞ്ഞു. എങ്ങനെയാണ് ഈ രണ്ട് മാനസികാവസ്ഥകൾ ഉള്ള ആളുകൾക്ക് സംഭവിക്കുന്ന അവരുടെ ജീവിത പ്രത്യാഘാതങ്ങൾ. ഫകാന കല്ലദീ യഅ്കുലു വലം യശ്ബഅ. അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ വിശപ്പടങ്ങുന്നില്ല. അത്തരക്കാരെ പോലെയാണ് ഇവിടെ പറഞ്ഞ രണ്ടാമൻ. ദുരമൂത്തുകൊണ്ട് ആഗ്രഹങ്ങൾ എവിടെയും അവസാനിക്കാതെ നിർത്തിവെക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ടും വിശപ്പടങ്ങാത്തവനെ പോലെയാകുന്നു എന്നർത്ഥം. ഭക്ഷണം കഴിക്കുന്നത് വിശപ്പടങ്ങാനാണ്. എത്ര കഴിച്ചിട്ടും വിശപ്പ് ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ ഒരു ബയോളജിക്കൽ പ്രശ്നം ബാക്കിയുണ്ട് എന്ന് തന്നെയാണ്.
അതിന് ചികിത്സയില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ട് പേരാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. ഒന്ന് വയറ്, മറ്റൊന്ന് മനസ്സ്. ഭക്ഷണം മതിയാകുമ്പോൾ വയറ് ആവശ്യമായ അറിയിപ്പ് നമുക്ക് നൽകും. പക്ഷേ അറിയിപ്പ് നൽകാതെ വീണ്ടും മുന്നോട്ട് പോവാൻ പ്രേരിപ്പിക്കുന്നത് മനസ്സായിരിക്കും. മനസ്സിലാണ് ഈ പറഞ്ഞ എല്ലാവിധ ദുരാഗ്രഹങ്ങളും അമിതാഗ്രഹങ്ങളും ഉള്ളത്. അപ്പോൾ വയറിൻ്റെ അറിയിപ്പ് അനുസരിച്ചുകൊണ്ട് ഭക്ഷണം ക്രമീകരിക്കുകയാണെങ്കിൽ അത് ശരീരത്തിൻ്റെ ജൈവപരമായ പ്രവർത്തനങ്ങൾക്ക് ഏറെ ഫലപ്രദമാണ് എന്ന പോലെ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനസ്സിൻ്റെ എല്ലാ ദുരാഗ്രഹങ്ങളെയും മാറ്റിവെച്ച് ജീവിച്ചാൽ അവിടം നമുക്ക് ജയിക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞ പോലെ ഒരു സാമ്പത്തിക മേഖലയുമായി മാത്രമല്ല, മനസ്സ് എവിടെയെല്ലാം നമ്മുടെ കൈകളിൽ നിന്ന് നിയന്ത്രണം വിട്ടു പോകുന്നുണ്ടോ അവിടെയൊക്കെ ഈ പറഞ്ഞ വിനയത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, അവസാനം പറഞ്ഞ ഉദാരതയോടുകൂടെ ജീവിക്കുവാൻ മനസ്സിനെ പാകപ്പെടുത്തുക എന്നതാണ് റസൂലുള്ള പറയുന്ന ഇതിൻ്റെ ചുരുക്കം. നാം ഇത്രയും കാര്യം പറഞ്ഞത് ഒറ്റവാക്കിൽ നമുക്ക് ഒരിക്കൽ കൂടെ സംഗ്രഹിക്കാം. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മനസ്സുകൊണ്ട് ചുറ്റുപാടിനെയും ലോകത്തെയും മാറ്റാൻ നമുക്ക് കഴിയണം. ഒരിക്കലും ചുറ്റുപാടും ലോകവും നമ്മുടെ മനസ്സിനെ മാറ്റുന്ന അവസ്ഥ ഉണ്ടാവാനും പാടില്ല. അത്രയും നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞാൽ താളം തെറ്റാതെ, പാകപ്പഴവുകളില്ലാതെ വളരെ സുന്ദരമായ ആശ്വാസകരമായ ഒരു ജീവിതം ഇവിടെ നമുക്ക് ഉറപ്പാണ്. അതിനേക്കാളും വലിയ ആശ്വാസകരമായ ജീവിതം രണ്ടാം ലോകത്തും നമുക്ക് അള്ളാഹു വേണ്ടി കരുതി വെക്കുകയും ചെയ്യും. അത്തരം നല്ല ഒരു ചിന്തയിൽ അള്ളാഹു നമ്മെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പുണ്യങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും തണലിൽ വളരെ ആശ്വാസത്തോടു കൂടെ ജീവിക്കുവാൻ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയുമൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് പടച്ചവനെ നീ പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഈ കഴിഞ്ഞ ദിവസം നിര്യാതരായിരിക്കുന്ന ആളുകൾക്കും അതുപോലെ അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ധാരാളം പേരുണ്ട്, സ്ത്രീകളും പുരുഷന്മാരുമായി. അവർക്കും പടച്ചവനെ നല്ല ആരോഗ്യം കൊടുത്ത് ശരീരത്തിന് മതിയായ ആഫിയത്ത് നൽകി സന്തോഷത്തോടു കൂടെ ജീവിക്കുവാൻ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാരി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.